സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന് സിയാൻഡേജ് റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവാണ്. ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ നടപടി ഉണ്ടാവുന്നില്ല. മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട 1.5 കോടി രൂപ പിഴ ഇപ്പോഴും ഈടാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടിയെന്നും 2023-24 വർഷത്തെ സിയാൻഡേജിയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാജു, സിയാൻഡേജി എന്തൊക്കെ വിമർശനങ്ങൾ ഏതൊക്കെ മേഖലയെക്കുറിച്ചാണ് ഉന്നയിക്കുന്നത്? നിഷാദ്, 2 റിപ്പോർട്ടുകളാണ് ഇന്ന് സിയാൻഡേജി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡൽ അത്രയൊന്നും മെച്ചമല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് സിയാൻഡേജിയുടെ റിപ്പോർട്ട്. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള ഡോക്ടർമാർ സംസ്ഥാനത്തില്ല എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ ഏറ്റവും കുറവ് സ്പെഷ്യലിസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണമാണ് എന്ന് പറയുന്നു. അതുപോലെ നേഴ്സ് മുതൽ ലാബ് ടെക്നീഷ്യൻ വരുടെ എണ്ണവും ആനുപാതികമായി സംസ്ഥാനത്തില്ല, ആശുപത്രികളിൽ ഇല്ല എന്നാണ് സിയാൻഡേജി റിപ്പോർട്ട് അക്കമിട്ട് നിരത്തുന്നത്. ഇതെല്ലാം ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും രോഗികൾക്ക് അസൗകര്യമുണ്ടാക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല. 4 മെഡിക്കൽ കോളേജിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോലും വൻ കാലതാമസം നേരിട്ടതായി ചൂണ്ടിക്കാണിക്കുന്നു. KMCL-നെതിരെ, അതായത് മരുന്ന് വിതരണ സ്ഥാപനമായ സംസ്ഥാന സർക്കാരിന്റെ KMSSCL-നെതിരെ കടുത്ത വിമർശനം ഈ റിപ്പോർട്ടിൽ ഉണ്ട്. മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ നടപടിയുണ്ടായില്ല. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു. ആവശ്യത്തിന് മരുന്നില്ല എന്ന പരാതികൾ വ്യാപകമായിരുന്നു. മരുന്ന് കമ്പനികൾ മരുന്നുകൾ താമസിപ്പിച്ചതുമൂലം ഈടാക്കേണ്ട 1.64 കോടി രൂപ പിഴ ഈടാക്കാൻ KMCL തയ്യാറായില്ല എന്നുകൂടി റിപ്പോർട്ട് അക്കമിട്ട് നിർത്തുന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ ചിലവ് കൂടുകയും മൂലധന ചിലവ് കുറയുകയും ചെയ്തു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ധനകാര്യ പരിശോധനയുമായി ബന്ധപ്പെട്ട സിയാൻഡേജി റിപ്പോർട്ടിൽ. ഒപ്പം തന്നെ ഈ ചിലവുകൾ നിയമസഭ അംഗീകരിച്ചതിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് ക്രമപ്പെടുത്തണം എന്ന നിർദ്ദേശവും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിഷാദ്, ശരി, സാജു വിവരങ്ങൾ നൽകിയത്. സിയാൻഡേജി സർക്കാരിന്റെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.